ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഫൈസൽ. കമ്പ്യൂട്ടർ സംബന്ധമായ ഒരു ചെറിയ ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വിൻഡോസ് 7 ഉപയോഗിക്കുന്നവർക്ക് കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ ഒരു ലെൻസ് രൂപത്തിൽ, ഒരു ഭൂതക്കണ്ണാടി രൂപത്തിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നുള്ളതും അതുപോലെ തന്നെ ഡോക്ക്ഡ് രൂപത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായി ആദ്യം സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഈസി ഓഫ് ആക്സസ് സെന്റർ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇങ്ങനെ ഒരു ഭാഗം ഓപ്പണായി വരും. ഇവിടെ സ്റ്റാർട്ട് മാഗ്നിഫയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലുള്ള ഒരു ഓപ്ഷൻസ് ഓപ്പണായി വന്നിട്ടുണ്ടാകും. ഇവിടെ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോയി നോക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സൂം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. താഴെ നിങ്ങൾക്ക് ടേൺ ഓൺ കളർ ഇൻവേർഷൻ വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. താഴെ ഫോളോ ദ മൗസ് പോയിന്റർ, മൗസ് എവിടെയാണ് വെക്കുന്നത് ആ ഭാഗം മാത്രം നിങ്ങൾക്ക് സൂം ചെയ്ത് കൊണ്ടുവരാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഫോളോ ദ കീബോർഡ് ഫോക്കസ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. തുടർന്ന് ഇവിടെ വ്യൂസ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഷോർട്ട് കീ ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഫുൾ സ്ക്രീൻ വേണമെങ്കിൽ കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് എഫ്, ലെൻസ് രൂപത്തിൽ വേണമെങ്കിൽ കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് എൽ, ഡോക്ക്ഡ് രൂപത്തിൽ വേണമെങ്കിൽ കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് ടി. ഇനി പ്രിവ്യൂ ഫുൾ സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് സ്പേസ്. ഇവിടെ ഷോർട്ട് കീ ഇവിടെ തന്നെ ഉണ്ട്. ഇനി മൗസ് ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇതുപോലെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സൂം ചെയ്യുക എന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോവുകയാണ്. അതിനായി ഇത് മിനിമൈസ് ചെയ്ത് വെക്കുക. ഞാനിവിടെ സ്റ്റാർട്ട് ഓൺ സ്ക്രീൻ കീബോർഡ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇവിടെ ഈ ചിത്രത്തിൽ പ്രസ് ചെയ്തതിന് ശേഷം പ്ലസ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ സൂം ഇൻ, അതുപോലെ തന്നെ മൈനസ് ബട്ടണിൽ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ സൂം ഔട്ട് ആകുന്നതാണ്. ഇനി ഷോർട്ട് കീ ഉപയോഗിച്ച് കൺട്രോൾ പ്രസ് ആൾട്ട് പ്രസ് എൽ, ഇവിടെ ലെൻസ് ഓപ്പൺ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഭാഗമാണ് സൂം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ കാണിച്ചു തന്ന പോലെ ആ ചിത്രത്തിൽ പ്രസ് ചെയ്യുക. തുടർന്ന് പ്ലസ് എന്ന ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും ഭൂതക്കണ്ണാടി രൂപത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇനി കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് ഡി, ഇവിടെ നിങ്ങൾക്ക് കാണാം ഡോക്ക്ഡ് രൂപത്തിൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് എഫ്, ഫുൾ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രീവ്യൂ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ്
സ്പേസ്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ സുഹൃത്തുക്കളെ? ഇതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഷോർട്ട് കീ ഉപയോഗിച്ചും അതുപോലെ തന്നെ മൗസ് ഉപയോഗിച്ചും സ്ക്രീൻ ഡിസ്പ്ലേ സൂം ഇൻ സൂം ഔട്ടും അതുപോലെ തന്നെ ലെൻസ് രൂപത്തിലുമൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. ഈ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, അറിവുകൾ പകർന്നു കൊടുക്കുക. തൽക്കാലം നിർത്തട്ടെ, വീണ്ടും കാണാം. ബൈ.